പേരാന്ന് പറഞ്ഞ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളുണ്ടെന്ന നാടുന്ന പ്രസിദ്ധി. അതിപ്പോ ചില ദുർമാർഗികളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി. അതെ അതെ. അല്ല, ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? തറവാട് കുളം തോണ്ടിട്ട് അടങ്ങുന്ന പറമ്പും പാടവും മറ്റുള്ള ഈ ദർബാരടിയെ അതിനൊരു അവസാനം ഉണ്ടാവൂലോ? കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കിത്രേ. 16 ആളോട് ഒറ്റയ്ക്കും തല്ലിന്നാ കണ്ടോര് പറഞ്ഞത്. പിന്നെ ആരാ ഇത് തച്ചുള്ളി ഉദയനോ? 16 ആളോടെ ഈ പറയുന്ന നീലാണ്ടനും വാലാത്തമാരും കഴിഞ്ഞ വേണം മുണ്ടക്കമ്പലത്തിൽ വന്നിരുന്നല്ലോ. എന്നിട്ട് എന്തായി? മുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയണതല്ല. മുണ്ടക്കലെ കുഞ്ഞീഷൻ നമ്പിയാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടന് മുട്ടിടി. ഇന്നിപ്പോ മുണ്ടക്കൽ ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാ അല്ലേ? ഇത്തവണ അമ്പലത്തിന്റെ 1 മൈൽ ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ല എന്നാ ശേഖരന്റെ ഓർഡർ. വന്ന ചതക്കില്ലേ കുട്ടികള്, നല്ല ഇഞ്ച ചതക്കണ പോലെ. നായരെ, ആ കരയിലാരാന്ന് നോക്കി. ആരാണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. ഇവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ചങ്ങരപ്പള്ളി ശ്രീകണ്ഠ പൊതുവാളല്ലേ? അതെ. ഒന്ന് ഞാൻ വരിക, ഒരു കാര്യം പറയാനുണ്ട്. എന്താ നായരെ? ഒന്നുമില്ല. അതെന്താ ഒന്നുമില്ലാണ്ടായി പോയി? പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയായിരുന്നു. മംഗലശ്ശേരി നീലാണ്ടനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ലാന്ന് തന്റെ ശേഖരം പറഞ്ഞു കേട്ടു. ഓ, അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയോ? അങ്ങനെ പറഞ്ഞാലും നിനക്ക് എന്താ നേരെ തൂറാമുട്ടുണ്ടോ? എന്നാ വിട്ടോളി. അല്ല, ഈ പഞ്ചവാദ്യക്കാര് അവരെയും കൊണ്ടേ ഞങ്ങൾ പോവും. നിർബന്ധമില്ല. അവര് വന്നുപോയ സ്ഥിതിക്ക് വേണമെച്ചാൽ അവരെ കൊണ്ടൊന്ന് കൊട്ടിച്ച് നമുക്കൊക്കെ ഒന്ന് കേട്ട് സുഖല്ലേ? നമുക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവാദ്യം. എങ്ങനെയുണ്ട് സുഭദ്രാമേ? എല്ലാം കേമമായിട്ടില്ലേ? ഓ, കേമായിരിക്കണു. ഇത്രയും ആളുകൂടി ഒരു ഉത്സവം ഓർമ്മയിൽ ആദ്യമായിട്ടാ. മുണ്ടക്കൽ തറവാട്ടുകാർ നേരിട്ട് നടത്തുന്നതിന്റെ പവറാ. ഗാനമേളയും നാടകവും കഴിച്ചിട്ടല്ലേ പോവും. അയ്യോ, ഉറക്കളിക്കാൻ വയ്യ. ശ്രീകണ്ഠ പൊതുവാളുടെ പഞ്ചവാദ്യം കേട്ടാ ഞാനങ്ങോട്ട് പോവും. അത്താഴം ഒരുക്കിക്കൊള്ളൂ, ഞാനങ്ങോട്ട് എത്താം. കുഞ്ഞീഷൻ നമ്പ്യാരെ,
വല്ല ബോംബോ മറ്റാണോ? ഇപ്പോഴത്തെ കാലാണേ. അയ്യോ, ഇത് ബോംബാണെന്നാ തോന്നണേ. ഓടിക്കണേ, ഓടിക്കണേ. കേമം എന്ന് വെച്ചാ ബഹുകേമം. ഇനി വാ. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത. വിരല് മുറിച്ച് ദക്ഷിണായി വാങ്ങേണ്ട തരാ. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ? മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ ആനന്ദ് എന്ന് പറ കേൾക്കരുതെന്ന് പറയുന്നത് കേൾക്കൂ. അതാ പ്രകൃതം. എന്താ ചെയ്യാ, അങ്ങനെ ഒരു ജന്മം. സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കേട്ട കഥകളെല്ലാം വഷളായിരുന്നു അല്ലേ? പോക്കിരി, താന്തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷ പട്ടങ്ങൾ ഏറെയുണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ. ഈ പറഞ്ഞ 2 വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ. വരെ മനപ്രയാസം ഇല്ലാന്ന് കരുതുന്നു. സന്തോഷായി, വലിയ സന്തോഷായി. അപ്പോ ഇന്നിവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ. സേവ ഉണ്ടെങ്കിലാവാം. നല്ല നാടൻ വാറ്റും കരിക്കും നല്ലൊരു ഊണും. അതാ എന്റെ ഒരു രീതി. അലോഹ്യം തോന്നരുത്, പിന്നീടാവാം. എന്നിട്ട് ചില്ലറ. ഓ ആയിക്കോളൂ, എന്നും വരാം. പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും. വരെ എന്നാ ഇവരെ കടത്തവരാക്കിട്ട് പോകുന്നുള്ളൂ. അവരാരെയും കണ്ടില്ലല്ലോ. അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകിലാണാവുക ഉണ്ടാക്കിയിട്ടുണ്ടാവുക. തലയിരിഞ്ഞവന്മാര് 4 പേരും. അവരുടെ തടി അവര് നോക്കിക്കോളും. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ. ശരി. എന്തൊരു അറിവുള്ള മനുഷ്യൻ, എന്ത് ധർമ്മിഷ്ഠൻ. തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ? മംഗലശീലത്തേതല്ലേ? കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോയി നക്കിയ ചെറ്റകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെടുത്തിയതും. പറഞ്ഞാ ഏറിപ്പോവും. മംഗലശ്ശേരിയിലെ മുറ്റത്ത് കൂട്ടാനാണോ അതൊക്കെ പറത്തുന്നത്? അയ്യോ അയ്യോ, എനിക്ക് പ്രയാസമില്ല, ഒട്ടും പ്രയാസമില്ല. കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. മുണ്ടക്കൽ അമ്മ തന്നതാ. ഉത്സവം കോലാക്കിയില്ലേ, അതിനുള്ള ശിക്ഷയാ. ഒന്ന് പതുക്കെ പിടിക്കണോ. മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കയ്യാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ. മതിയായി മതിയായി എന്റെ പൊന്നു നീല. നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം. നേരം വെളുക്കാൻ കാക്കണ്ട, രാത്രി തന്നെ ചെല്ലേ. കുറെ നേരമായി താൻ. ഇനിയുള്ള കാലം വല്ല ക്ഷേത്രനടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിയിട്ടാ. ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ. എന്താ വേണ്ടെന്ന് വെച്ചാ നീലം പറയാ. വാടാ. ആഹാ, അതെ, നന്നായിട്ടുണ്ട്. രാത്രി തന്നെ പണം നയിക്കാനാ. നടക്കട്ടെ നടക്കട്ടെ.
ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനേക്കാൾ എനിക്ക് നോവും. ശരീരത്തിനല്ല, മനസ്സിന്. കുഞ്ഞീഷൻ നമ്പ്യാരെ അനന്തര ശേഖരണം നല്ലോണം വാങ്ങിക്കും. പിടയ്ക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും. നീല, തൽക്കാലം നമുക്കങ്ങ് വിട്ടേക്കാം. ഉത്സവം കലങ്ങിയ തന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന്. ജീവിതത്തിൽ അവര് തല ഉനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ തൃപ്പുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപ്പുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു എന്നാ താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ഛർദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക് ചട്ടമ്പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ? നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറുവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്കെ പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്രയായപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയതിന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം. പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്കെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോണോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ, ഏഭ്യന്മാര്. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ. അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട. ഓ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ. ആ. മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നീല. പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? ആ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല. കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ് ഉവ്വ്. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താനെന്താ നോക്കണേ? വാലിന്റെ 6 അടി പോരെ നീലെന്നെ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവണോ? ഡീസൽ അടിച്ചോ? എങ്ങോട്ടാണാവോ? ഓ, ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാള് വരുന്നോ? എന്റെ തേവരെ നോക്കിക്കൊള്ളണേ. കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി. ഇനി അടുത്ത കളിക്ക് ഇപ്പൊ എന്താ? പുഴവക്കത്തെ പറമ്പില് 1000 രൂപയുടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയെങ്കി ഇഞ്ചി. അവൻ ഇങ്ങോട്ടേക്കും വന്നില്ലേടാ ആ നീലകണ്ഠൻ? എന്റെ ശേഖരനെ ആൾക്കാർ വട്ടം പിടിച്ച് നിർത്തിയിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേനെ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ വെമ്പാലയാ. ചെവിക്ക് നുള്ളിക്കോളാൻ പറയാ അവനോട്. അപ്പൊ നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ? അതെടാ പട്ടി. എന്തു പറഞ്ഞടാ? പട്ടി കേട്ടില്ലേ? വേണ്ടതില്ല. വേണ്ട. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. വിടാൻ. അവന് വിടടാ. അവന് തരിപ്പിക്കാൻ തീർക്കാം. നീല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെറുതെ ആളെ തല്ലി കൈ നാറ്റണ്ട. നിങ്ങളൊന്ന് അടങ്ങി എന്നെ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്.